നമ്മൾ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കാർ ഡ്രൈവിങ് അതെങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾക്ക് ആദ്യം ആവശ്യം ധൈര്യമാണ്. എത്ര വലിപ്പമുള്ള വണ്ടിയും നമുക്ക് ഓട്ടിക്കാനുള്ള മനസ്സിലെ ആ ഒരു ധൈര്യമാണ് കാർ ഡ്രൈവിങ്ങിലെ ഫസ്റ്റ് വേണ്ടത്. പിന്നെ നിങ്ങൾ ഓരോന്നും ഞാൻ ഇപ്പോൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അതും വേറെ സിമ്പിളാണ് കാർ ഓട്ടിക്കുക എന്ന് വെച്ചാൽ മനസ്സിലെ ധൈര്യം മെയിൻ അത് വേണം. ഓക്കെ, ശരി. നമുക്ക് ആദ്യമായിട്ട് നമ്മളുടെ കാറിൻ്റെ സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിംഗ് എന്ന് ആൾക്ക് പറയേണ്ട ആവശ്യമില്ല, അറിയാമല്ലോ. ഫസ്റ്റ് നമ്മൾ വണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വണ്ടിയുടെ ഗിയർ ഇതിലിപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, 4, 5 റിവേഴ്സ് കണ്ടല്ലോ. നമ്മളെപ്പോഴും വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്, നമ്മളെപ്പോഴും വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിപ്പം ന്യൂട്രൽ പോയിൻ്റാണ്. ഫ്രീ ആയിരിക്കുക. ന്യൂട്രൽ പോയിൻ്റ് ഇട്ടിട്ടാണ് വണ്ടി നമ്മളെപ്പോഴും സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഗിയറിലാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ വണ്ടി പ്രസ് ചാടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഗിയറിലാണെങ്കിൽ നമ്മളെപ്പോഴും ന്യൂട്രലാക്കി തന്നെയാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഫസ്റ്റ് ഇടുക. ഫസ്റ്റ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ടു പറഞ്ഞതല്ലോ. ഫസ്റ്റ് ഗിയർ ഇട്ടതിന് ശേഷം നമ്മൾ അടുത്ത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ എന്താ പറയുക, ഇത് ആക്സിലേറ്ററാണ് എന്ന് വെച്ചാൽ നമ്മൾ വണ്ടി റൈസിങ് ആവുന്നത്. ഇത് ബ്രേക്കാണ്. ഇത് ക്ലച്ച്. ഇത് ചവിട്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഗിയർ നമ്മൾ നേരത്തെ കണ്ടില്ലേ. ഫസ്റ്റ് ഗിയർ ഇടുക. ഫസ്റ്റ് ഗിയർ ഇട്ടതിന് ശേഷം ഈ ക്ലച്ച് കുറേശ്ശെ ഇടുക. അതിനനുസരിച്ച് ആ വിടുന്നതനുസരിച്ച് ആക്സിലേറ്റർ കുറച്ച് കൊടുക്കുക. കുറച്ച് റൈസിങ് കൊടുക്കുമ്പോൾ ക്ലച്ച് ഫുള്ളായിട്ട് വിടും. നമ്മൾ വണ്ടി പോകുന്നത് കണ്ടല്ലോ. പിന്നെ ഇടുക. അടുത്ത ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ ക്ലച്ച് ചവിട്ടുക. അടുത്ത ഗിയർ നേരത്തെ പറഞ്ഞതുപോലെ ഗിയർ ചേഞ്ച് ചെയ്യുക, സെക്കൻഡ് ആക്കുക. അത് വിടുക, ആക്സിലേറ്റർ കുറച്ച് കൊടുക്കുക. സിമ്പിളാണ്, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡ്രൈവിംഗ് മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇതിൽ സ്റ്റിയറിംഗ് എന്ന് വെച്ചാൽ സ്റ്റിയറിംഗ് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പവർ സ്റ്റിയറിംഗ് ആണെങ്കിൽ അതിന് ആ ഒരു ഫ്രീഡം കിട്ടും. ഇല്ലെങ്കിൽ നമുക്കിപ്പം അംബാസിഡർ കാറൊക്കെ ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്, അല്പം ഓട്ടിക്കാൻ പാടാണ്. പക്ഷേ പവർ സ്റ്റിയറിംഗ് ആണെങ്കിൽ സിമ്പിളാണ്, ഈസി ആയിട്ട് നമുക്ക് ഓട്ടിക്കാവുന്നതേ ഉള്ളൂ. എല്ലാവർക്കും അടുത്ത് റിവേഴ്സിൻ്റെ കാര്യവും സെയിം. ഞാൻ ഗിയറിൻ്റെ മെത്തേഡ് പറഞ്ഞ അതേപോലെ തന്നെയാണ് റിവേഴ്സ് ഗിയർ നമുക്ക് ചെയ്യാനുള്ളത്. ഗിയേഴ്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഫസ്റ്റ് ഇട്ടു, അടുത്ത് സെക്കൻഡ് ഇട്ടു, അടുത്ത് ന്യൂട്രലിൽ വന്നിട്ടാണ് തേർഡ്, അടുത്ത് 4, അടുത്ത് 5, കഴിഞ്ഞ് റിവേഴ്സ് ആണെങ്കിൽ റിവേഴ്സ്. ഇത്രയേ ഉള്ളൂ. ഇത്രയാണ് ഗിയറിൻ്റെ മെത്തേഡിൽ നമുക്ക് വരുന്നത്. എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ന്യൂട്രലാക്കിയിട്ടിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ആദ്യം മനോധൈര്യം എല്ലാവരും ഉണ്ടാക്കുക. മനസ്സിലെ ധൈര്യമാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ഡ്രൈവ് ചെയ്യാൻ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അദ്വൈതാമൃതം ലൈക്ക് ചെയ്യും. താങ്ക് യു.